ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. നിങ്ങളുടെ ഓർക്കിഡിൽ ഇതുപോലെ വലിയ ഫ്ലവർ സ്പൈക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഒരു ഓർക്കിഡ് പ്ലാന്റിൽ തന്നെ 2-3 സ്പൈക്ക് ഇതുകൊണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് സ്പൈക്കൊക്കെ വരണമെന്നുള്ള ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? പേടിക്കണ്ട കേട്ടോ, നിങ്ങൾക്കും ഇതുപോലെ വലിയ ഫ്ലവർ സ്പൈക്കും ഒരു പ്ലാന്റിൽ തന്നെ 2-3 ഫ്ലവർ സ്പൈക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള ചെറിയ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരം കളയുണ്ടോ, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് മെച്യൂർഡ് ആകണം. അതാണ് ഫസ്റ്റ് ടിപ്പ്. എല്ലാവർക്കും അറിയാമല്ലോ, മെച്യൂർഡ് ആയാലും മാത്രമേ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ വലിയ ഫ്ലവർ സ്പൈക്കും, അത് ഓരോരോ വർഷം തോറും നമ്മുടെ ഫ്ലവർ സ്പൈക്ക് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നീട് 1 സ്ഥാനത്ത് 2 സ്പൈക്കൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ട് എന്തായാലും നമ്മുടെ പ്ലാന്റ് മെച്യൂർഡ് ആകണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, വലിയൊരു ടിപ്പാണ്. ഏറ്റവും വലിയ ടിപ്പ് അതാണ്, അതായത് ടെമ്പറേച്ചർ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റിന് 80% വെയിൽ കൊള്ളണം. 80% വെയിൽ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഈ 80%. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റിന് ആവശ്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറയുമ്പോൾ രാവിലെ മുതലുള്ള വെയിലിൽ അത് അതിന് വേണ്ട എനർജീസ് എല്ലാം വർക്കിംഗ് നടക്കും. എനർജിയൊക്കെ സ്വീകരിക്കുന്നു. അതിൻ്റെ ആവശ്യമായി നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളമില്ലാതെ വലിച്ചെടുക്കുന്നു. പക്ഷേ രാത്രിയാകുമ്പോൾ എങ്ങനെയാണ്, നമ്മളത് ഒന്ന് നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് തണുക്കുമ്പോൾ അത് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ വെയിൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ പ്രകൃതിയാൽ കിട്ടുന്ന ഒരു റെഗുലറായിട്ട് വരുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ അത് എത്രയാവുന്നാലും നമ്മുടെ ഫ്ലവർ സ്പൈക്ക് വരാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറയില്ല, കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഫ്ലവർ വന്നു കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ആ ഫ്ലവർ സ്പൈക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് ഫ്ലവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. റീപോട്ടിങ് അതൊരു അവിഭാജ്യ ഘടകമാണ്. 2 വർഷം കൂടുമ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് റീപോർട്ട് ചെയ്യും. റീപോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മിക്കവരും റീപോർട്ട് ചെയ്യുമ്പോൾ പല രീതിയിലാണ് റീപോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മീഡിയനൊക്കെ ഒന്ന് മാറ്റി റിഫ്രഷ് ആക്കി എടുക്കുക എന്നുള്ളതാണ് റീപോർട്ടിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, റിഫ്രഷ് ആക്കുക എന്നുള്ളതാണ് റീപോർട്ടിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ചിലർ ചെയ്യുന്നത് അത് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലവർ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറയാനായിട്ട്, അതായത് നമ്മൾ മെച്യൂർഡായിട്ട് പ്ലാന്റ് സീഡ്ലിങ് നമ്മൾ ആദ്യം നടുന്നത് ഒരു 3.5 ഇഞ്ചിൻ്റെ പോട്ടിൽ, അത് കഴിഞ്ഞ് 5 ഇഞ്ചിൻ്റെ പോട്ടിൽ, അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 5 ഇഞ്ചിൻ്റെ പോട്ടിൽ വലുതായി കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, 2 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് 5 ഇഞ്ചിൻ്റെ പോട്ടിൽ നിന്ന് മാറ്റേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യാതെ നമ്മൾ അതിലും വലിയൊരു പോട്ടിലോട്ട് മാറ്റി നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കൂടുതലായിട്ട് ഫ്ലവർ വരാനും കൂടുതൽ ഫ്ലവർ സ്പൈക്ക് ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ഇതൊരു വലിയൊരു ടിപ്പാണ്. നിങ്ങൾ ഡിവൈഡ് ചെയ്യാതെ നിങ്ങൾ റീപോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മെച്ചൂർഡായി, പിന്നെ കൂടുതലായിട്ട് മെച്ചൂർഡ്, അതിൽ നിന്നും വലിയ പോട്ടിലോട്ട് നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാം. പക്ഷേ അപ്പോൾ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്താലും ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് അറിയോ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഇതിനു മുമ്പ് നമുക്ക് ഫ്ലവർ ഉണ്ടായിരുന്നത്, വലിയ ഫ്ലവറും വലിയ സ്പൈക്കൊക്കെ വരില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ സ്പൈക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. മെച്ചൂർഡ് ആകുന്ന ഗുണം അതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റീപോർട്ട് ചെയ്യുന്നത് 2 വർഷത്തിൽ നമ്മൾ റീപോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, അത് റീപോർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഫെർട്ടിലൈസിങ് ആൻഡ് വാട്ടറിങ്ങിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നീട് ഫെർട്ടിലൈസർ നിങ്ങൾ കെമിക്കലായാലും ഓർഗാനിക് ആയാലും അത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഫെർട്ടിലൈസർ ഇപ്പോൾ ചിലർ വിപണിയിലൊക്കെ അതായത് കൂടുതൽ സ്പൈക്കൊക്കെ വരാൻ വേണ്ടി ചില ബൂസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല അത് നമ്മൾ ചെയ്യണേൽ, അത് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ചിലപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഹെൽത്ത്നെസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കേണ്ട. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, അത് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, ഞാൻ ചെയ്യാറില്ല അത്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിക്കാൻ മറന്നു പോകരുത്. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ഓർക്കിഡിന് ഹൈബ്രിഡ്സുകളുണ്ട് കേട്ടോ നമ്മുടെ ഓർക്കിഡിൽ. അപ്പോൾ അത് ജനറ്റിക്കലി ഡിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞില്ല, കോമ്പാക്റ്റം പോലുള്ള ചില കോമ്പാക്റ്റം ഡെൻഡ്രോബിയത്തിൽ നമുക്ക് ചിലപ്പോൾ ആദ്യം തന്നെ വരുന്നത്, ആദ്യത്തെ ഫ്ലവറിന് നമുക്ക് ചിലപ്പോൾ വലിയ സ്പൈക്കുകളായിരിക്കും വരുന്നത് കേട്ടോ. അത് അതിൻ്റെ ജനറ്റിക്കായിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതൊക്കെ വ്യത്യാസമുള്ള, ഞാൻ പറഞ്ഞില്ല, വെറൈറ്റീസാണ് നമ്മുടെ ഓർക്കിഡിലുള്ളത്, കുറേ വെറൈറ്റീസാണ്. അപ്പോൾ ഹൈബ്രിഡ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഫ്ലവർ സ്പൈക്കൊക്കെ ഉണ്ടായിന്ന് വരും. അത് വെച്ച് ഹൈബ്രിഡ്സ് വെച്ച് നമ്മുടെ നോർമൽ ഡെൻഡ്രോബിയത്തിനെ നിങ്ങൾ വിലയിരുത്തരുത്. നോർമലിന് നമ്മൾ എന്തായാലും അത് മെച്ചൂർഡ് ആകുമ്പോൾ ഓൾറെഡി അത് വന്നോളും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നിർത്തട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.